മഡ്ദപ്പെട്ടി എന്ന ഒറ്റ ഗാനം കൊണ്ട് പാൻ ഇന്ത്യൻ റീച്ച് നേടിയ താരമാണ് നടി ശ്രീലീല. ചെറിയ കാലയളവ് കൊണ്ട് തെലുങ്കിൽ മുൻനിര നടിയായി മാറിയ ശ്രീലീലയ്ക്ക് മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർ കാരത്തിൽ ലഭിച്ച വേഷം ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിലെ ശ്രീലീലയുടെ ഡാൻസ് നമ്പർ വലിയ ഹിറ്റായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ശ്രീലീലയുടെ തെലുങ്ക് സിനിമകൾ എടുത്താൽ റാം പൊത്തിനേനി, നന്ദമൂരി ബാലകൃഷ്ണ, തേജ്, നിതിൻ എന്നിവരുടെ നായികാ വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മഡ്ദപ്പെട്ടി എന്ന ഗാനത്തിൽ മാത്രമല്ല മറ്റു പല രംഗങ്ങളിലും മികച്ച ഡാൻസ് നമ്പറുകൾ അവതരിപ്പിച്ച് ശ്രീലീല കയ്യടി നേടിയിരുന്നു. തുടർന്ന് തമിഴിലും ശ്രീലീലയ്ക്ക് അവസരങ്ങൾ ഒരുങ്ങുകയാണ്. ആദ്യമായി തേടിയെത്തിയ അവസരം ദളപതി വിജയുടെ ദി ഗോട്ട് എന്ന ചിത്രത്തിലേതാണ്. എന്നാൽ ആ അവസരം ശ്രീലീല വേണ്ടെന്ന് വെച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. മുഴുനീള നായികവേഷമായിരുന്നില്ല, ഒരു ഡാൻസ് നമ്പറിനായിട്ടാണ് ശ്രീലീലയെ സമീപിച്ചത് എന്നാണ് വിവരം. തമിഴിലെ അരങ്ങേറ്റം ഒരു ഡാൻസ് നമ്പറിൽ ഒതുക്കാൻ ശ്രീലീല ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഓഫർ ആയിരുന്നിട്ട് പോലും അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം എത്തുന്ന സിനിമ എന്നതുകൊണ്ടും അവസാന ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതുകൊണ്ടും ഗോട്ടിലേത് ചെറിയ വേഷമാണെങ്കിൽ പോലും ഗുണം ചെയ്തേനെ എന്നിരിക്കുമ്പോഴും ആ വേഷം വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം ശ്രീലീല കാണിച്ചിട്ടുണ്ട്. ഈ വർഷം തമിഴിൽ ഏറ്റവും അധികം കാത്തിരിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഗോട്ട്. മോശം റെസ്പോൺസ് വന്നാൽ പോലും മിനിമം 200 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്യും എന്നുറപ്പാണ്. മാത്രമല്ല വിജയോടൊപ്പം ഗാനരംഗത്തിലെങ്കിലും പ്രത്യക്ഷപ്പെടുക എന്നത് നിരവധി പേരുടെ സ്വപ്നം കൂടിയാണ്. അവിടെയാണ് ശ്രീലീല വ്യത്യസ്തയാകുന്നത്. തെലുങ്കിൽ പവൻ കല്യാൺ നായകനാകുന്ന ഉസ്താദ് ഭഗത് സിംഗ് ആണ് ശ്രീലീലയുടെ അടുത്ത റിലീസ്. ഹരീഷ് ശങ്കറാണ് ഉസ്താദ് ഭഗത് സിംഗിന്റെ സംവിധാനം. ഈ ചിത്രത്തിന്റെ പിന്നാലെ തമിഴിൽ അരങ്ങേറ്റം കുറിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീലീല. അജിത്ത് നായകനായി എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീലീല തമിഴിലേക്ക് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം തുടങ്ങുമെന്നാണ് വിവരം. ആദിക് രവിചന്ദ്രനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. തുനിവ് എന്ന സിനിമയാണ് അജിത്തിൻ്റെതായി ഏറ്റവും ഒടുവിലെത്തിയത്. വിജയുടെ വാരിസിനൊപ്പം എത്തിയ തുനിവ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. വിടാമുയർച്ചി എന്നൊരു ചിത്രം കൂടി അജിത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ ഷൂട്ട് പാക്കപ്പ് ആയതിന് പിന്നാലെയാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. 2019 കിസ് എന്ന കന്നഡ സിനിമയിലൂടെയാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ശ്രീലീല എത്തുന്നത്. രവിതേജ നായകനായി എത്തിയ ധമാക്ക എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഭഗവൻ കേസരിയിലെ ഡാൻസും പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ചിരുന്നു. ഡാൻസ് മാത്രമല്ല ഫൈറ്റും ഗംഭീരമായി ശ്രീലീല കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗുണ്ടൂർ കാരത്തിന്റെ വിജയത്തിന് പിന്നാലെ ശ്രീലീല സിനിമയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിരുന്നു. അഭിനയത്തിനൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ശ്രീലീല MBBS ഫൈനൽ എക്സാമിന് വേണ്ടിയാണ് ബ്രേക്ക് എടുത്തത്. ഇതിന് പിന്നാലെയാണ് അജിത്തിന്റെ ചിത്രത്തിൽ നായികയായി എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നൃത്തം കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന ശ്രീലീല നിലപാടുകൾ കൊണ്ടും അമ്പരപ്പിക്കാറുണ്ട്. നിലപാടുകളെക്കുറിച്ച് എടുത്തു പറയാൻ കാരണം മുൻപവർ വേണ്ടെന്ന് വെച്ചിട്ടുള്ള പരസ്യങ്ങൾ കൂടിയാണ്. പ്രമുഖ മദ്യ ബ്രാൻഡുകളുടെ പരസ്യത്തിൽ വലിയ ഓഫർ ലഭിച്ചിട്ടും അഭിനയിക്കില്ല എന്നവർ തീരുമാനമെടുത്തിരുന്നു. കോടികളാണ് ഈ പരസ്യത്തിലൂടെ ശ്രീലീലയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത്. ഓൺ സ്ക്രീൻ ചുംബന രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്ന നിലപാടും ശ്രീലീല പറഞ്ഞിട്ടുണ്ട്.